സി അബ്ദുറഹ്മാൻ മൗലവി, കെ സൈദാലിക്കുട്ടി മൗലവി, കളത്തിങ്ങൽ കുഞ്ഞിമമ്മു മൗലവി, എ മൊയ്തീൻ മുസ്ലിയാർ, പൗരപ്രമുഖരായിരുന്ന കറുമൂക്കിൽ മുഹമ്മദ് എന്ന ബാപ്പു, സി പി അലവി ഹാജി, പുല്ലോട്ട് മൂസ, പുല്ലോട്ട് മൊയ്തീൻ മാസ്റ്റർ, കെ വി കോയക്കുട്ടി തുടങ്ങിയ ഒട്ടേറെ ആളുകളുടെ പക്വതയാർന്ന നേതൃത്വവും ഒപ്പം പൊതുസമൂഹത്തിന്റെ ഐക്യബോധവുമാണ് ഈ നേട്ടത്തിനു പിന്നിൽ. കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് നിലവിലെ ഖാദി പി കോമു മൗലവിയുടെ സജീവമായ നേതൃത്വമാണ്. എടവണ്ണയിൽ നിന്ന് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനായി എത്തി കടന്നമണ്ണ മഹലിന്റെ സാരഥ്യമേറ്റെടുത്ത അദ്ദേഹം ഇന്ന് ആ സ്ഥാനത്ത് 30-ലേറെ വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ഈ ചാർജ് എടുത്തിട്ട് ഒരു എളിയ പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷത്തിലേറെയായി. 1978 മുതൽക്ക് ആണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മുതൽക്ക് ഈ പ്രദേശത്തിൻ്റെ എല്ലാ മൂലകളെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹല്ല് നിവാസികളുടെ സംസ്കരണത്തിനും ധാർമ്മികമായ അഭ്യുന്നതിക്കുമായി അദ്ദേഹം അനസ്യൂതം യത്നിച്ചു. ഇപ്പോഴും ചുറുചുറുക്കോടെ കർമ്മരംഗത്തുള്ള അദ്ദേഹം ഇതിനകം നടത്തിയ ആശയഗരിമയുള്ള 1000-ലേറെ ജുമുഅ പ്രസംഗങ്ങൾ ശ്രോതാക്കളെ ഹഠാതാകർഷിച്ചു. ഇന്ന് കടന്നമണ്ണയിൽ കർമ്മരംഗത്തുള്ള യുവജനങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ ശിഷ്യരാണ്. കടന്നമണ്ണ മതസൗഹാർദ്ദം പൂത്തുലയുന്ന മണ്ണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇവിടെ രമ്യതയോടെ കഴിഞ്ഞുകൂടുന്നു, സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്നു. അതിന് ഭംഗം വരുത്തുന്ന അനിഷ്ട സംഭവങ്ങളൊന്നും ഇക്കാലത്തിനിടയ്ക്കുണ്ടായിട്ടില്ല. ആഘോഷനാളുകളിലും മറ്റു വിശേഷാവസരങ്ങളിലും ആശംസകൾ കൈമാറുന്നു. മൊയ്നുൽ ഇസ്ലാം സംഘത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വാർഷിക യോഗങ്ങൾ മതസൗഹാർദ്ദ വേദി കൂടിയാണ്. കർക്കിടകം മുത്തേടത്തില്ലത്തെ ശങ്കരൻ നമ്പൂതിരി, കടന്നമണ്ണ കോവിലകത്തെ അനിയൻ തമ്പുരാൻ, ആയിരനാഴി കോവിലകത്തെ വേണുതമ്പുരാൻ, വേരുമ്പുലാക്കൽ അപ്പുണ്ണിനായർ തുടങ്ങിയവർ പലപ്പോഴായി വാർഷിക യോഗങ്ങളിൽ സൗഹാർദ്ദ പ്രതിനിധികളായിട്ടുണ്ട്. അച്ഛൻ്റെ പേര് അപ്പുണ്ണിനായർ എന്നാണ്. 1995 അച്ഛൻ മരിച്ചിട്ടുള്ളത്. പിന്നെ കടന്നമണ്ണ സംഘത്തിൻ്റെ വാർഷിക യോഗത്തിൽ സ്ഥിരം ക്ഷണിതാവാണ്. കടന്നമണ്ണ പള്ളിയുടെ പാലുത്തരം അച്ഛൻ സംഭാവന ചെയ്തതാണ്. കടന്നമണ്ണ ജുമാഅത്ത് പള്ളി പുനർനിർമ്മിച്ചപ്പോൾ ഒരു പാലുത്തരം അപ്പുണ്ണിനായർ സൗജന്യമായി നൽകി. കർക്കിടകം ബിലാൽ ജുമാ മസ്ജിദിന് വേണ്ട സ്ഥലം നൽകിയത് മുത്തേടത്ത് ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരിയാണ്. ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ട ആവശ്യമുള്ള സ്ഥലം ഞാൻ അത് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ വേണമെങ്കിൽ അബ്ദുൽ പിന്നെ അബ്ദുൽ ആര് പറഞ്ഞാലും പക്ഷേ അങ്ങനെ കുടങ്ങൾ എന്താ വേണ്ട സ്ഥലം ഞാൻ അങ്ങോട്ട് വരിക. അത് കഴിഞ്ഞ് ബാക്കി അവിടെ എത്താൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞാൽ അങ്ങനെ കൊടുത്തതാണ്. കടന്നമണ്ണയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കുമായി ഒരൊറ്റ ജുമാഅത്ത് പള്ളിയും ശ്മശാനവും മാത്രമുണ്ടായിരുന്നിടത്ത് ഇന്ന് 4 ജുമാഅത്ത് പള്ളികളും 2 ശ്മശാനങ്ങളും പുതുതായി ഉണ്ടായിരിക്കുന്നു. സർവശക്തനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നോടും ഞാൻ ഉപദേശിക്കുന്നു. നന്മയും തിന്മയും അന്ത്യമായി ലഭിക്കുന്നത് നമ്മുടെ മരണശേഷം പരലോകത്ത് വെച്ചാണ്. അതുകൊണ്ട് നമസ്കാര പള്ളികളും വളരെയേറെ പുതുതായി ഉണ്ടായി.
ചേരിയം മലയിൽ നിന്നുത്ഭവിച്ച് കടന്നമണ്ണയുടെ വിരിമാറിലൂടെ ഒഴുകി കടലുണ്ടിപ്പുഴയിൽ ചെന്നു ചേരുന്ന മങ്കടത്തോട് പ്രദേശത്തിന്റെ രക്തധമനിയാണ്. അതിന്റെ ഇരുകരകളിലായി പരന്നുകിടക്കുന്ന പ്രവിശാല നെൽപ്പാടങ്ങളായിരുന്നു ഒരു കാലത്ത് പ്രദേശത്തുകാരെ തീറ്റിപ്പോറ്റിയിരുന്നത്. ഉഴുതാനും വിതയ്ക്കാനും കൊയ്യാനുമൊക്കെ തൊഴിലാളികൾ വീറോടെ മത്സരിച്ചിരുന്ന കാലം. കണ്ടത്തിലേക്ക് വെള്ളം തിരിക്കുന്നതും കെട്ടുന്നതും സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്ന നാളുകൾ. പ്രദേശവാസികൾ ജന്മിമാരും പാട്ടക്കാരും കുടിയാന്മാരും കൂലിക്കാരുമായി വിഭജിക്കപ്പെട്ടിരുന്ന ഉച്ചനീചത്വത്തിന്റെ നാളുകൾ. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി. കൃഷിയാവശ്യങ്ങൾക്കായി തോടിന് 3 അണകെട്ടി തടഞ്ഞു നിർത്തുന്നു. വിശാലമായി സ്വച്ഛന്തം ഒഴുകിയിരുന്ന പഴയ തോട് ചിലർ കൈതവച്ചും കയ്യേറിയും ഇന്ന് ഇടുങ്ങിയ ചോലയാക്കി മാറ്റിയിരിക്കുന്നു. തൽഫലമായി ഒരൊറ്റ മഴയുടെ വെള്ളം പോലും ഉൾക്കൊള്ളാനാവാതെ തോട് പെട്ടെന്ന് കരകവിഞ്ഞൊഴുകുന്നു. കയ്യേറ്റം നീക്കി തോടിന് പൂർവസ്ഥിതിയേകുവാൻ അധികൃതർ സത്വര നടപടിയെടുത്തില്ലെങ്കിൽ കാലക്രമത്തിൽ ഈ ധമനി വറ്റിവരണ്ട് നാമാവശേഷമാകുമെന്നുറപ്പ്. കാളപൂട്ട് പോത്തുപൂട്ട് മത്സരങ്ങൾ അരങ്ങ് തകർത്തിരുന്ന പ്രദേശമാണ്. ഈ കാളപൂട്ട് കണ്ടം 1974-75 ഇവിടെ സ്ഥാപിച്ചത്. അന്നത്തെ കാരണന്മാരായ കൂത്താറമ്പത്ത് നാരായണൻ നായർ, തൂമ്പലക്കാട് വീരാക്ക, പിന്നെ AP മുഹമ്മദ് അലി, പിന്നെ പൂന്തോടം കുഞ്ഞ, ഇവരൊക്കെ നേതൃത്വം തന്നുകൊണ്ട് ഈ നാട്ടിലെ കുണ്ടന്മാരെല്ലാവരും കൂടിയിട്ട് ഈ സ്ഥലം കളച്ച് തിരത്തി ഈ കണ്ടാക്കി തീർക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൂട്ട് എല്ലാ വർഷവും പിന്നെ നമ്മളെ കടന്നമണ്ണ സർവീസ് ബാങ്കിൻ്റെ വക ട്രോഫി, പഞ്ചായത്തിൻ്റെ, പച്ചീര് ഹുസൈൻ്റെ, അങ്ങനെ എല്ലാ വർഷവും പൂട്ട് നടത്താറുണ്ട്. 1, 2, 3 ട്രോഫി കൊടുക്കുന്നുണ്ട്. ചറാട്ട കിട്ട, പൂന്തോട്ടത്തിൽ കുഞ്ഞസൻ, AP മുഹമ്മദ് അലി തുടങ്ങിയവർ പേരെടുത്ത പൂട്ടുകാരായിരുന്നു. ചറാട്ട് കിട്ട എന്ന ആളാണ് ഇവ ഉണ്ടായിരുന്നത്. എന്നതിൻ്റെ ശേഷം പൂന്തോട്ടത്തിൽ കുഞ്ഞസൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്ന് പറ്റി അത് അന്നാണ് എൻ്റെ കണ്ണിൽ കാള കുറ്റിയിൽ വീണ് എൻ്റെ കണ്ണ് തട്ടി ഒരു കണ്ണ് നഷ്ടപ്പെട്ടതും ഇത് ചെയ്യുന്നതാണ്. മതസംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വളക്കൂറുള്ള മണ്ണാണ് കടന്നമണ്ണ. ജമാഅത്തെ ഇസ്ലാമി, നദ്വത്തുൽ മുജാഹിദീൻ, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM, CPI തുടങ്ങിയ സംഘടനകൾക്കെല്ലാം നാട്ടിൽ പ്രവർത്തകരുണ്ട്. ആദ്യകാലത്ത് നേതൃത്വം നൽകിയ ആളുകളെ അനുസ്മരിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്. കോട്ടപ്പുറത്തെ പിന്നെ വാപ്പുവാക്ക, തെക്കുറമ്പിലെ അലവിയാജി, പങ്ങണിക്കാടൻ മൂസാജി, ഇപ്പം ജീവിച്ചിരിക്കുന്ന പൂന്തോട്ടത്തിൽ മുഹമ്മദ് കുഞ്ഞാൻ, കൈപ്പള്ളി ജബ്ബാറാജി, ഇവരൊക്കെ CH മുഹമ്മദ് കോയ, കൊരമ്പയിൽ അഹമ്മദ് ഹാജി, KPA മജീദ്, മഞ്ഞളാംകുഴി അലി തുടങ്ങിയ പ്രഗത്ഭർ പ്രതിനിധീകരിച്ച മങ്കട നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് കടന്നമണ്ണ എന്നത് ശ്രദ്ധേയം. പ്രദേശത്ത് മുഖ്യ അങ്ങാടികൾ 2: പള്ളിപ്പടി, വേരുമ്പിലാക്കൽ.
പുറമെ കർക്കിടകം, പഞ്ചായത്തുപടി, പാറച്ചോട്ടിൽപ്പടി, പാറപ്പുറം, മുക്കിൽച്ചേരിയം തുടങ്ങിയ അങ്ങാടിത്തുരുത്തുകളിലും നിശാവേളകളിൽ ആളുകൾ കൂടുന്നു. ചായക്കടകളും പീടികത്തിണ്ണകളും ബസ് സ്റ്റോപ്പുകളും ആശകളുടെ, വിശേഷങ്ങളുടെ ആദാനപ്രധാന വേദികളാവുന്നു. ഇത് നാട്ടിന്റെ ജീവനാഡിയായി വർത്തിക്കുന്ന ഒരു ചായക്കട. പൂന്തോട്ടത്തിൽ ചേക്കുട്ടിയുടെ ഈ ചായക്കടക്ക് നീണ്ട 37 വർഷത്തെ കഥ പറയാനുണ്ട്. എത്രയെത്ര രാഷ്ട്രീയ സംവാദങ്ങൾ, നാട്ടുവർത്തമാനങ്ങൾ, പന്തയങ്ങൾ, നർമ്മങ്ങൾ, ശക്തി പരീക്ഷണങ്ങൾ, എല്ലാറ്റിനും ചേക്കുട്ടിയും അദ്ദേഹത്തിന്റെ സമോവറും സാക്ഷികളായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശത്ത് നിന്ന് ഇരുമ്പയിരിന്റെ ഉത്ഖനനം നടന്നിരുന്നതായി തെളിയിക്കുന്ന രേഖകളുണ്ട്. എരഞ്ഞിമാലിലും മറ്റും കാണപ്പെടുന്ന അയിരുമടകൾ അതിനു സാക്ഷി. കടന്നവണ്ണയിൽ നിന്നൊരു 200 മീറ്റർ അകലെയുള്ള എറഞ്ഞിമാലുണ്ട് എന്ന സ്ഥലമാണിത്. ഇവിടെ മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം അയിരുമടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അയിരുമടയാണ് ഈ അടുത്ത് കാണുന്ന ഈ പുൽമേടുകൾ നിറഞ്ഞ ഈ പ്രദേശം. ഇങ്ങനെ ഈ ഭാഗങ്ങളിലായിട്ട് പല അയിരുമടകളും ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നത്. പ്രദേശത്ത് സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന അനുമാനത്തിൽ 1980കളിൽ പര്യവേക്ഷണ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ശ്രമം അധികൃതർ പാടെ ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് അറിവ്. ഇതര പ്രദേശങ്ങളെപ്പോലെ ഗൾഫ് പ്രവാസികളുടെ സ്വാധീനം ഇവിടെയും ശക്തം. നാട്ടിന്റെ ഭാഗതയും നിർണയിക്കുന്നതിൽ അവരുടെ പങ്ക് ചെറുതല്ല. പ്രദേശത്തിന്റെ സാംസ്കാരികോത്കർഷയും നിർധനരുടെ ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള നാട്ടുകൂട്ടായ്മകൾ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്.
വിഷയ സംബന്ധമായിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കണം. നമ്മളിവിടെ 1976 78 ലാസ്റ്റിലോ 26 ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് കടന്നമണ്ണ മാലിന്യങ്ങൾ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. കടന്നമണ്ണ മാലിന്യ നിവാസികൾ ദീനിയായിട്ടുള്ള പല സംരംഭങ്ങൾക്കും സംഘടനാ വിഭാഗീയതയില്ലാതെ തങ്ങളുടേതായ മുഖ്യ പങ്ക് വഹിക്കാറുണ്ട്. ദീനി സ്ഥാപനങ്ങളുടെ നിർമ്മാണം, പള്ളികളുടെ നിർമ്മാണം, പാവപ്പെട്ട കുട്ടികളുടെ വിവാഹാവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം, ചികിത്സാ സഹായം തുടങ്ങിയവ അവയിൽ ഖത്തറിലെ കടന്നമണ്ണ മഹല്ല് സമിതി കൂട്ടത്തിൽ ശ്രദ്ധേയം. ഈ കടന്നമണ്ണ മഹല്ലിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും താങ്ങും തണലുമായി വിവിധ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ജോലി ആവശ്യാർത്ഥം ഖത്തറിലെത്തിയ കടന്നമണ്ണ നിവാസികളായ ഏതാനും പേർ വർഷങ്ങൾക്ക് മുമ്പ് 1987 ഏപ്രിൽ 3 രൂപം നൽകിയ ഖത്തറിൽ തന്നെ പ്രഥമ പ്രവാസി കൂട്ടായ്മയാണ് കടന്നമണ്ണ മഹല്ല് സമിതി. ഏഴ് അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച സമിതിയിൽ ഇപ്പോൾ 30 അംഗങ്ങളാണുള്ളത്. ഇടയ്ക്ക് പലരും പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയുണ്ടായി. നാട്ടിൽ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മേഖലയിലും ഇതിനകം സമിതി സ്തുത്യർഹമായ സേവനങ്ങളാണ് ചെയ്തു വന്നത്. അഗതി അനാഥ സംരക്ഷണം, ചികിത്സ, വിവാഹം, വിദ്യാഭ്യാസം, വീട് നിർമ്മാണം തുടങ്ങി ഒട്ടേറെ രംഗങ്ങളിൽ